പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2025 ജാനുവരി മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിനായി. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത, നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിനായി. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് തീരുമാനമെടുക്കാം, ഈ വർഷം എൻ്റെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്. ആ തലത്തിൽ വിശ്വസിക്കുന്നവരോട് പറയാണ്, തമ്പുരാൻ നമ്മോട് പറയാണ്, അവന്റെ നാമത്തിൽ വിളിച്ചും അവന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും ഇരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞു, അവന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണ്. കർത്താവേ, എന്നെ വിളിച്ചത് തകരാനല്ല, എന്നെ വിളിച്ചത് ഇല്ലാതാകാനല്ല, എന്നെ വിളിച്ചത് അങ്ങയുടെ മഹത്വത്തിനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തലത്തിൽ വിശ്വസിക്കുന്ന ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോൾ വിശ്വസിക്കുന്നു. അപ്പാ, എന്നെ വിളിച്ച വിളി വലിപ്പമുള്ളതാണ്. ഹല്ലേലൂയ. ആ തലത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഒരുമിച്ച് 115-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരണം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരണമേ. എത്ര പേർ ഈ പ്രഭാതത്തിൽ ഈ വാക്യം ഒന്ന് ഏറ്റുപറയാൻ തയ്യാറാകും? ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരണം. ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ജീവിത മുഖാന്തരം, ഞങ്ങളുടെ കുടുംബ നിമിത്തം, ഞങ്ങളുടെ ആലയ നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരണം. കർത്താവേ, ഞങ്ങളത് കാണാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടി ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞ്, കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി, അങ്ങയുടെ നാമത്തിൻ്റെ ഉയർച്ചയ്ക്കായി അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും രോഗത്താലോ കടബാധ്യതയിലോ ഭാരത്തിലോ ഒക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നമ്മെ വിളിച്ചത് അവൻ്റെ മഹത്വത്തിനായിട്ടാണ്. ഇതാ യേശുവിൻ്റെ പ്രിയനായവനെ കുറിച്ച് അവൻ്റെ സഹോദരിമാർ ആളെ അയച്ചിട്ട് വിളിച്ചു പറയുകയാണ്, ലാസർ ദീനമായി കിടക്കണം, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുകയാണ്. എന്നാൽ യേശു പറയുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ ദൈവശബ്ദത്തിനകത്ത് ഒന്ന് ചെവി തന്നുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷനിലും എൻ്റെ ദൈവം മഹത്വം എടുക്കും. അങ്ങനെ ഈ പ്രഭാതത്തിൽ തീരുമാനമെടുക്കുന്ന ഓരോ ദൈവങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പറയണം, കർത്താവേ, ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. പ്രിയരെ, നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രിയരെ, നമ്മൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഈ 6-ാം തീയതി നമുക്ക് ഒരുമിച്ച് തീരുമാനത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. നമ്മൾ
ദൈവത്തെ ആരാധിച്ചിട്ട് പോകുന്നവർ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവത്തിൽ ഒന്നുകൂടി സമർപ്പിക്കാൻ പോകുക. കാരണം സങ്കീർത്തനക്കാരൻ 50-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഈ വചനം ശ്രദ്ധിച്ച്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് സാഹചര്യത്തിനകത്തും ചിലപ്പോൾ വിഷമം കാണാം. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അതിനകത്തെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരാധനയുടെ നടുവിൽ, സ്തുതിയുടെ നടുവിലാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തെ തിരിച്ചു മറിക്കുവാൻ കഴിയും. ഒറ്റ രാത്രി കൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവൻ്റെ വടിയെ ദൈവം തളർപ്പിക്കുകയും ഫലം കയ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ജീവിതം ക്രമപ്പെടുത്തുന്നവന് ദൈവം തൻ്റെ രക്ഷയെ കാണിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഇന്നു മുതൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ സകലതും ചെയ്യുമെന്നുള്ള തീരുമാനം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, എൻ്റെ എല്ലാ നടപ്പിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഒരുമിച്ചൊന്ന് തീരുമാനത്തോടെ പറയാമെങ്കിൽ തന്നെ രക്ഷയുടെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്, അടഞ്ഞ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങളെ നോക്കി, എന്നെ നോക്കിയും ഈ സമയത്തും പലരും പറയുന്നുണ്ടാകാം, ഇവന് ദൈവത്തിൽ രക്ഷയില്ല, ഇവൻ്റെ വഴിയെല്ലാം അടഞ്ഞു. സങ്കീർത്തനം 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ട വാക്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് അതിനുശേഷം പ്രാർത്ഥിക്കാം. ഒരുമിച്ച്, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. 3-ാമത്തെ വാക്യം, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരും ആകും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്നെക്കുറിച്ച് പലരും പറയുന്നത് എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്നാണ്. പക്ഷേ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവരാണ്. ദൈവം എൻ്റെ മഹത്വമാണ്. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയാണ്. കർത്താവ് എൻ്റെ തല ഉയർത്തും. ഞാൻ എവിടെല്ലാം തീരുമെന്നും താഴുമെന്നും പറഞ്ഞു, അവിടെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരും. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പ്രഭാതം അങ്ങയുടെ മഹത്വത്തിനായി തീരട്ടെ. ഈ പ്രഭാതത്തിൽ നിൽക്കുന്ന എല്ലാ എതിരുകളും ഞങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെടുകയാണ്. അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ. കർത്താവിനെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം ഈ ദിവസങ്ങളിൽ ചുമക്കുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നമ്മുടെ ജീവിതം തീരുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ അടുത്ത ദിവസം കാണും വരെയും ദൈവം സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.